വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ക്യാരറ്റ് പുഡിംഗ് കേക്ക് തിന്നിട്ടുണ്ടോ? അത് നമ്മളുണ്ടാക്കിയത്. പ്രത്യേകിച്ച് പറയണ്ട, ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. അതും ബീറ്റർ ഓവനൊന്നും ഇല്ലാതെ തന്നെ. ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടൊന്നും ആരും പ്രതീക്ഷിക്കരുത്. ഞാനെന്നൊരു കുഞ്ഞു കേക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മുടെ ക്യാരറ്റ് പുഡിംഗ് കേക്കാണ്, പ്ലം കേക്കില്ലേ, അതാണ് ഉണ്ടാക്കുന്നത്. സക്സസ് ആവോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. സക്സസ് ആയാൽ മതിയായിരുന്നു. ഞാൻ യൂട്യൂബൊക്കെ റെഫർ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്, അല്ലാണ്ട് എനിക്ക് കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ സക്സസ് ആയാൽ മതിയായിരുന്നു. എനിക്ക് പ്രാർത്ഥന അതാണ്. ഇന്നലെ തുടങ്ങിയിട്ട് സമാധാനം ഉണ്ടായില്ല കേക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ കണ്ടൻറ്റൊക്കെ ആയിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകും. ഇത് സാധാ ഒരു പ്ലം കേക്ക് അല്ല കേട്ടോ, ഇത് ക്യാരറ്റ് പുഡിംഗ് പ്ലം കേക്കാണ്. നമ്മുടെ ക്രിസ്മസിനൊക്കെ ഇപ്പോൾ പ്ലം കേക്കിനേക്കാളും കൂടുതലായിട്ട് എല്ലാവരും ഉപയോഗിക്കാറുള്ളത് ഇത്തരത്തിലുള്ള ക്യാരറ്റ് പുഡിംഗ് കേക്കുകളാണ്. അതായത് വായിലിട്ടാൽ അലിയുന്ന തരത്തിലുള്ള കേക്കുകളുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഞാൻ 2 ക്യാരറ്റ് അവിടെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വലിപ്പം അനുസരിച്ച് 2ഓ 3ഓ എടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു പാനിലേക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര ഇട്ട് മെൽറ്റാക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മെൽറ്റായതിന് ശേഷം 1 കപ്പ് വെള്ളവും കൂടെ ഒഴിക്കുക കേട്ടോ. ആ വെള്ളം ഒഴിക്കുന്ന ആ ഒരു ക്ലിപ്പ് എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അതിനുശേഷം ഞാനിവിടെ 2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് വറ്റിച്ചെടുത്ത് അതൊന്ന് ആറാനായിട്ട് വെച്ചതിന് ശേഷം 1 കപ്പ് പഞ്ചസാരയിൽ 6 ഗ്രാമ്പും 1 ഏലക്ക ഇട്ടിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കറക്റ്റാണ് കേട്ടോ. ഈ ഒരു കറക്റ്റ് അളവ് തന്നെ എടുത്താൽ മതി. അതിന് ശേഷം ആ ഒരു പഞ്ചസാര ലൈനിലേക്ക് ഞാനിടുന്നത് നമ്മുടെ കറുത്ത മുന്തിരിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കിസ്മിസ് ഇടാം. എന്നിട്ട് ഒന്ന് തിളപ്പിക്കണം കേട്ടോ. ഞാനത് അന്നേരം ഇടാനായിട്ട് മറന്നു പോയതുകൊണ്ടാണ് ഇന്നേരം ഇട്ടത്. അതൊന്ന് തിളപ്പിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറാനായിട്ട് വെക്കുക കേട്ടോ. ഇവിടെ ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊന്ന് അരിച്ചെടുക്കുകയാണ്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെച്ചിട്ട് അതിലേക്ക് ആ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഇട്ടിട്ടുള്ളത്. അന്ന് 2 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. ഞാനിവിടെ 2 വട്ടം അരിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് 2ഓ 3ഓ വട്ടം അരിച്ചെടുക്കാം കേട്ടോ. എത്രത്തോളം അരിച്ചെടുക്കുന്നു അത്രത്തോളം എടുക്കുക. അതിനനുസരിച്ച് നമ്മൾ സോഫ്റ്റായി കിട്ടും കേട്ടോ. എന്നിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം ഞാനിവിടെ ഒരു 10-15 കാഷ്യൂനട്ടും അതേപോലെ തന്നെ 2 ഈന്തപ്പഴം ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ ഉണ്ടായതുകൊണ്ട് എടുത്തതേ ഉള്ളൂ. അതൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പൗഡറിലോട്ട് നമ്മളതൊന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കാം. അതിനുശേഷം വലിയൊരു മിക്സർ ജാർ എടുത്തിട്ട് 3 മുട്ട 3-4 മുട്ട എടുക്കുക. ഞാനിവിടെ 3 മുട്ടയാണ്. അത് റൂം ടെമ്പറേച്ചർ ആയിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നിറയെ വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് 1 മിനിറ്റ് നന്നായിട്ട് ഹൈ സ്പീഡിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര, ഗ്രാമ്പു, ഏലക്കില്ലേ, അതിട്ടിട്ട് ഒന്നും കൂടി 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം 1 കപ്പ് സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, സൺഫ്ലവർ ഓയിൽ അതിലേക്ക് ഇട്ടിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം തണുത്തതിന് ശേഷം ആ ഒരു പഞ്ചസാരയും ആ ഒരു ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ഒക്കെ വെച്ചിട്ടില്ലേ, അതിലേക്ക് നമ്മൾ ഈ അടിച്ചെടുത്ത സംഭവങ്ങൾ മുഴുവനായിട്ട് അതിലേക്ക് ഇടാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മിക്സ് ആക്കുക കേട്ടോ. സാധാരണ ടൈപ്പ് ഒന്ന് മിക്സ് ആക്കുക. ഇവിടെ എൻ്റെ വിസ്കോ സ്പാച്ചുലോ ഒന്നുമില്ല. നമ്മൾ സാധാരണ സ്പൂണും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മളെപ്പോഴും കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരല്ലല്ലോ. അതിനുശേഷം എന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മൈദയുടെ ആ ഒരു സംഭവമില്ലേ, അത് കുറച്ചീശെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. നമ്മൾ ആ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് അത് മിക്സായിട്ട് വരും. ഞാനിവിടെ സ്പൂണായതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം ഉണ്ടായില്ല. എന്നാലും കുറച്ചധികം തന്നെ ഒന്ന് ഇളക്കേണ്ടി വരും. എന്നാലും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇത്തരം സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ കേക്ക് നന്നാവോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. പക്ഷേ അതുപോലെ ഒന്നല്ല കേട്ടോ. നമ്മളെടുക്കുന്ന എഫക്റ്റിന് എന്തായാലും നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് പറയുന്നതാണ് എൻ്റെ ഒരു കേക്ക് പരീക്ഷണം കേട്ടോ. എന്നിട്ട് എൻ്റെ ഈ ഒരു പഴയ ഒരു പാത്രമാണ് കേട്ടോ. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി. എൻ്റെ ബട്ടർ പേപ്പറൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ നന്നായിട്ട് തടവിയതിന് ശേഷം മൈദ ഒന്ന് തൂവി കൊടുത്തിട്ടൊന്ന് കൊട്ടിക്കളഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഒരു ബട്ടർ പേപ്പറിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബാറ്റർ ഈ ഇതിൽ ഒഴിക്കുക. നന്നായിട്ട്
ലൂസാവാനും പാടില്ല, എന്നാൽ ഭയങ്കര ടൈറ്റ് ആവാനും പാടില്ല കേട്ടോ ഈ ഒരു ബാറ്റർ. എന്നിട്ടൊന്ന് തട്ടിക്കൊടുക്കാം കേട്ടോ. തട്ടിക്കൊടുത്തതിന് ശേഷം ഒരു 10 കാഷ്യൂനട്ട് രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം അതിൻ്റെ മേലേക്ക് ഇടാം. പിന്നെ ഞാനൊരു ഗാർണിഷിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കറുത്ത മുന്തിരിയോ അല്ലെങ്കിൽ വെള്ള മുന്തിരി, കിസ്മസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഞാനിത് രണ്ടും ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഓവൻ സെറ്റപ്പാണ്. ഞാനിവിടെ ഇഡ്ഡലി പാത്രം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ നടുവിൽ സെൻറ്ററിൽ തന്നെ ഇത് വെക്കണം കേട്ടോ. എന്നിട്ട് 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. അപ്പം ഞാൻ കുത്തി നോക്കിയപ്പോൾ സത്യമായിട്ടും നടുവിൽ പച്ചവെള്ളം പോലെ ഇരിക്കണമായിരുന്നു കേട്ടോ. ഒരു ഭയങ്കര ലിക്വിഡ് കൺസിസ്റ്റൻസി ആയിരുന്നു. അതിനുശേഷം ഞാൻ 15 മിനിറ്റും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചു. അപ്പോഴാണ് കേട്ടോ കറക്റ്റ് ആയത്. അതിനുശേഷം ഞാൻ മൂടി തന്നെ വെച്ചതൊന്ന് ചൂട് ആറാൻ വേണ്ടിയിട്ട്. ചൂടാറിയതിന് ശേഷം ഞാൻ അതേ നോക്കി കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ഇതെടുത്തത്. അപ്പോഴും നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ മണമാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ആ ഒരു ഗ്രാമ്പൂൻ്റെയും ആ ഒരു വാനിലയുടെ എല്ലാം കൂടെ സ്മെല്ലായിട്ട് അടിപൊളി സ്മെല്ലാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റം ഞാനൊരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തു, വിടിയിച്ചെടുത്തു. എന്നിട്ടൊരു പ്ലേറ്റ് വെച്ചിട്ട് കമത്തി 2-3 കൊട്ട് ചെയ്തപ്പോഴേക്കും നമ്മുടെ സംഭവം വന്നിട്ട് നമുക്ക് ബട്ടർ പേപ്പറും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല. ഞാൻ ചെയ്തതുപോലെ മാത്രം ചെയ്താൽ മതി, നല്ലോണം നമുക്ക് സക്സസ് ആവട്ടെ കേക്ക്. ഇനി എൻ്റെ ഒരു ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കേക്ക് ഇങ്ങനെ ടേസ്റ്റ് എന്തായിരിക്കും എന്നായിരുന്നു. പക്ഷേ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോണ ടൈപ്പ് കേക്കായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാനത് പിടിക്കുമ്പോൾ അത് ഞെങ്ങുന്ന കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനിത് വെറുതെ തള്ളുന്നതല്ല, നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. എന്നിട്ട് ഞാൻ ദേ മുറിച്ചിട്ട് എനിക്കിനി ഇത് കുറച്ച് നേഴ്സറി പിള്ളേർക്ക് കൊടുക്കണം. അപ്പം ഇനി പിറ്റേ ദിവസം ഇല്ല, അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ആൾക്കാർക്കൊക്കെ കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു കഷ്ണം എടുത്തിട്ട് ഞാൻ തന്നെ തിന്ന് നോക്കുകയാണ് കേട്ടോ, എന്താണ് ഇതിൻ്റെ ആ ഒരു ഇതെന്ന് മനസ്സിലാക്കേണ്ട. അപ്പം എനിക്ക് മുറിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് സക്സസ് ആണെന്നുള്ള കാര്യം. കണ്ടില്ലേ, ആവി പറക്കുന്നുണ്ട്. ഇത് തണുത്തിട്ട് വേണമായിരുന്നു മുറിക്കാനായിട്ട്, പക്ഷേ എനിക്കൊരു ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോഴേ മുറിച്ചതാണ് കേട്ടോ. കണ്ടില്ലേ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് ആ ഒരു കേക്കിൻ്റെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും. അടിപൊളിയാണ്. നട്ട്സൊക്കെ ഒരുപാട് അത്യാവശ്യം കൂടുതൽ രീതിയിൽ തന്നെ ഞാൻ ചേർത്തിട്ടുണ്ട്. ആ ഈന്തപ്പഴം എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടിപൊളി കേക്കായിരുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഹലോ, അപ്പോൾ അതായത് നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. നമുക്ക് നോക്കാം. അതേണ്ട ഞാൻ കണ്ട നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി പീസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് കണ്ടാൽ തന്നെ നമ്മൾ എവിടെയാണ് കടയിലൊക്കെ വിൽക്കണ പോലത്തെ കേക്ക് പോലെ ഇല്ലേ. എനിക്ക് ഭയങ്കര ഒരു സംതൃപ്തി പോലെയാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ. ഞാൻ കുറേ കഷ്ടപ്പെട്ട് കേട്ടോ. തുമ്പി ഭയങ്കര അടച്ചിലായിരുന്നു, എന്നാലും ഞാൻ കുറേ കഷ്ടപ്പെട്ട് വന്നാൽ റിസൾട്ട് ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. സുക്രു, എങ്ങനെയുണ്ട് കേക്ക്? അടിപൊളിയായില്ലേ? ആ, ഇനി ഞാനിത് തിന്ന് നോക്കട്ടെ കേട്ടോ. തിന്ന് നോക്കിയിട്ട് ഇതെങ്ങനെയാണെന്ന് നോക്കാം. അമ്മ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടോന്ന് കേട്ടാ. അപ്പൊ ഞാൻ തിന്ന് നോക്കാൻ പോണ കേട്ടാ. എന്റെ ഭഗവാനെ, നല്ലതായിരുന്നാ മതിയായിരുന്നു. അങ്ങനുണ്ട്. ഇഷ്ടായ? സുക്രി മധുരൊന്നും തിന്നാത്ത ആളാണ്, പക്ഷെ സുക്രുവിന് ഇഷ്ടപ്പെട്ടു. എൻ്റെ പൊന്നു, ഞാൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞില്ലല്ലോ കേട്ടോ. ഇത്ര ഒരു ടേസ്റ്റുള്ള കേക്ക്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ല, വായിലിട്ട് അലിഞ്ഞു പോകും. ഞാൻ കുറച്ച് നട്ട്സൊക്കെ അധികം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. സൂപ്പർ എന്ന് വെച്ചാൽ ഒട്ടും മധുരം അധികമില്ല, എന്നാൽ മധുരം കുറവില്ല, പാകത്തിനുണ്ടോ. ഓക്കെ, ഞങ്ങളുണ്ടില്ലേ ഭയങ്കര സോഫ്റ്റാണ് കേക്ക്. ഭയങ്കര സോഫ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റാണ്, അടിപൊളിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും പറ്റും കേട്ടോ. അമ്മക്ക് എടുത്തരും. ഹാപ്പി ബർത്ത്ഡേ ടു യു. സുക്രൂന് കൊടുക്കണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഞാൻ ഇടക്കിടക്ക് ഉണ്ടാക്കും. മുഴുവൻ തോന്നി അവരെ കാണിച്ചെടുത്തു. ഇറങ്ങിയിരിക്കും.
സുഗുറിന് ഇഷ്ടമായി എന്ന് പറ. കാണിച്ചു കൊടുത്തേ. തിന്നു തുമ്പി നോക്കുന്ന എന്തായാലും അടിപൊളി സക്സസ് ആയിട്ട് എനിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ കേക്ക് അടിപൊളിയായി. ഇനിയിപ്പോൾ മേസറി പിള്ളേർക്ക് കൊടുക്കണം കേട്ടോ. നാളെ പിന്നെ മുടക്കാണ്, സെക്കൻഡ് സാറ്റർഡേ ആണ്. മറ്റന്നാ നേഴ്സറി പിള്ളേർക്ക് കുറച്ച് കൊടുക്കണം ഇതിൽ. പിന്നെ വീട്ടിൽ കുറച്ച് ഒരു പീസ് കൊണ്ടേ കൊടുക്കണം. പിന്നെ സുധിച്ചേട്ടന് കൊടുക്കണം കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പം എന്നിട്ടാ അപ്പോൾ വളരെ സക്സസ് ആയിട്ട് എൻ്റെ കേക്ക്. എനിക്ക് എന്തിട്ടൊക്കെയാണ് പറയേണ്ടത് ഒരു പിടുത്തില്ല. പിന്നെ ഞാൻ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു വൈൻഡപ്പ് എടുക്കണത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആൾക്കാരിങ്ങനെ പോകുന്നൊക്കെയുള്ളൊരു പേടിയുണ്ട് കേട്ടോ. പേടിയൊന്നല്ല എന്നാലും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി കേക്കാണ്. ക്രിസ്മസിന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി കേക്കാണ് കേട്ടോ. നമ്മൾ വെറുതെ കാശ് കൊടുത്തൊന്നും മേടിക്കണ്ട. അതൊക്കെ എന്തൊക്കെ ചേർക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിൽ നമുക്ക് ഉള്ള ഐറ്റംസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ആ ഓൾ എന്നുള്ളൊരു ബട്ടണില്ലേ, ബെല്ലൈക്കൺ ഞെക്കിയിട്ട് ഓൾ എന്നുള്ളൊരു ബട്ടണും കൂടെ വെച്ചിട്ട് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ടാറ്റാ ബൈ ബൈ. സീ യു. ഞാനൊരു കഷ്ണം കൂടെ തിന്നിട്ട് ടാറ്റാ.